രസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിഭവമാവില്ലേ? ഒരുപാട് തരം രസമുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കുറച്ച് രസമാണ് തക്കാളി രസം, കുരുമുളക് രസം, തേങ്ങാപ്പാൽ രസം, പരിപ്പ് രസം, ഇതൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി രസമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. തക്കാളി രസം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഈ ഒരു സൈസിലുള്ള പുളി എടുത്തിട്ട് അതിനെ കഴുകിയതിന് ശേഷം 10 മിനിറ്റ് കുതിർക്കാനിട്ടിട്ട് അതിന് പുളി നന്നായി പിഴിഞ്ഞ് വെള്ളം മാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് പുളിവെള്ളത്തിനൊന്ന് നേർപ്പിച്ചെടുക്കുക. അതിനുശേഷം വലുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, കറിവേപ്പില, മഞ്ഞപ്പൊടി, ഉപ്പ് എല്ലാം ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു പാത്രം ഇട്ട് അടച്ചതിന് ശേഷം പുളിവെള്ളത്തിൻ്റെ പച്ചമണം പോണോടം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാനായി ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കണം. അതിനായി കുരുമുളക്, ജീരകം, കറിവേപ്പില, വെളുത്തുള്ളി ചേർത്ത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഞാനിവിടെ വെളുത്തുള്ളി തോല് കളയാതെയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്കത് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ തോല് കളഞ്ഞിട്ട് ചേർക്കാവുന്നതാണ്. പുളിവെള്ളത്തിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം വലുതായി അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ചേർത്തിരുന്നില്ലേ, അത് ഇതേപോലെ ഒന്ന് എടുത്തിട്ട് അത് ഉടച്ചതിന് ശേഷം വീണ്ടും അതിലേക്ക് തന്നെ ചേർത്താണ്. കൂട്ടത്തിൽ ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ആ മിക്സും കൂടെ ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. രസം ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അതുകൊണ്ട് 1 മിനിറ്റ് തന്നെ ധാരാളമാണ്. ഇത്രയും മതിയാവും. ഇനി രസം അടുപ്പത്ത് നിന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതിനൊരു താളിപ്പ് കൊടുക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. കടുകൊന്ന് പൊട്ടി വന്നതും അതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില, പെരിങ്കായപ്പൊടി എല്ലാം ചേർത്തിട്ട് അത് ഈ രസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. അവസാനമായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് കൊത്തമല്ലി ഇലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ രസം റെഡി. ദഹനത്തിന് സഹായിക്കുന്ന നല്ല ഒന്നാന്തരം ഒരു വിഭവമാണ് രസം. നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും പനിയോ ജലദോഷമൊക്കെ വരുമ്പോഴാണ് പൊതുവേ രസം വെച്ച് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഇവിടെ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. എന്ത് തന്നെ ഒഴിച്ചു കറി ഉണ്ടെങ്കിലും അവർക്ക് രസം നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് തരം രസം ഉണ്ടാക്കാനും അറിയാം. അങ്ങനെ ഞാൻ അവരിൽ നിന്നും പഠിച്ചെടുത്തിട്ടുള്ള കുറച്ച് രസം വെറൈറ്റീസ് വരുന്ന വീഡിയോകളായിട്ട് ഷെയർ ചെയ്യാം. ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.